സൂചിയിൽ നൂല് കോർക്കുന്നത് പോലെ അങ്ങയെക്കുറിച്ചുള്ള വിശേഷണം അത് തന്നെയാണ്. വളരെ സൂക്ഷ്മമായിട്ടാണ് അങ്ങ് സിനിമയെ കാണുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം അതൊരു ഉത്തരവാദിത്വമാണ്, തൊഴിലിനോടുള്ള ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വമാണ് എല്ലാ രംഗത്തും വേണ്ടി എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിച്ച അന്ന് അതുപോലെ ഉള്ള ഈ പ്രതിസന്ധികൾ വന്നപ്പോൾ മനസ്സ് പതറി വല്ലാതെ. ഇതിൻ്റെ അകത്ത് ഈ സിനിമ പൂർത്തീകരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ മനസ്സിലൊന്നുമില്ല. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് സംഭവിക്കാൻ പോകുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചില്ല. എൻ്റെ മുന്നിൽ ഈ സിനിമ ഇപ്പം കോവിഡിൻ്റെ കാലത്ത് അവിടെ പെട്ടപ്പോൾ ഒരുപാട് പേര് കരയുകയും ബഹളം വെക്കുകയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, ഞാനിവിടെ മരിച്ചു വീണാലും എനിക്ക് സിനിമ തീർക്കും. ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ രീതിയിലായിരുന്നു എന്ന് വെച്ചാൽ, കാരണം ഇത് ഞാൻ പൂർത്തീകരിക്കാതെ വലിയ ഭാരിച്ചൊരു കടവും ഉണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ ജീവിക്കുക. അപ്പം പിന്നെ അങ്ങയുടെ കഥകളിലൊക്കെ അങ്ങ് എഴുതുന്ന കഥകളി കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൊക്കെ വാക്കുകൾ, അപ്പോൾ ഇതൊന്നും അങ്ങ് സൃഷ്ടിച്ചതായിരിക്കില്ലല്ലോ. അങ്ങ് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എഴുത്തുകാരും കഥ പറഞ്ഞ ആളുകളും ഒക്കെ സൃഷ്ടിച്ചത് അങ്ങ് വായിച്ച്. എൻ്റെ ചോദ്യം, ഇത് എഴുതുന്നതിന് വേണ്ടിയിട്ട് അങ്ങയുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ കയ്യിലേക്ക് തലച്ചോറിലേക്ക് വരാനുള്ള ഒരു പ്രേരക ശക്തി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഇന്ധനം എന്ന് പറഞ്ഞാൽ വായനയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥ മനസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അതിനു വേണ്ടിയിട്ട് അങ്ങ് കുറേ സമയമെടുത്ത് ആഴത്തിൽ വായിക്കാറുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവത്തില്ല. ഇല്ല. കാരണം നമ്മൾ ഇന്നതിന് വേണ്ടി ഇന്ന ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ വായിക്കാറുണ്ടാവില്ല. എന്നോ ഒക്കെ വായിച്ചത് നമുക്ക് അറിയാതെ നമ്മളിലേക്ക് എത്തുകയാണ്. പിന്നെ എഴുത്തിൻ്റെ രീതിയിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി ഞാനൊരു എഴുത്തുകാരനല്ല എന്നുള്ളതുകൊണ്ട് ചില നിമിഷങ്ങളിൽ അതിനുവേണ്ടിയുള്ള വലിയ ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എഴുതുന്നത്. ഇപ്പം കാഴ്ച എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ആദ്യം ഈ കുട്ടി വിളിക്കുന്ന ഓപ്പറേറ്റർ എന്നാണ്. അയാൾക്ക് പേരില്ല, ഞാനൊരു പേര് എഴുതിയിട്ടുമില്ല. അപ്പം അങ്ങനെ ഈ ഒരു ഫിലിം ഓപ്പറേറ്റർ, അപ്പം പേര് വിളിക്കേണ്ട അവസ്ഥ വരുന്നില്ല. ഇപ്പം താങ്കളെ മഹേഷ് എന്ന് വിളിക്കുന്നതിന് ഒരു സൗകര്യം വരുമ്പോഴാണ് വിളിക്കേണ്ടി. അതല്ലാതെ നമ്മൾ വിളിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ MLA എന്നായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ താങ്കളെന്ന് വിളിക്കുന്നത്. അപ്പം ഒരാളെ പേര് വിളിക്കാനായിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് പേര് വിളിക്കുക. അപ്പം എല്ലാവർക്കും അങ്ങനെ പേര് വിളിക്കാൻ പറ്റത്തില്ല. താങ്കളുമായിട്ട് അടുപ്പമുള്ളവർക്കായിരിക്കാം, അല്ലെങ്കിൽ താങ്കളെക്കാൾ കുറച്ച് പ്രായവും, അല്ലെങ്കിൽ അങ്ങനെ പലത് വെച്ചിട്ട് നമ്മൾ ഒരാളെ പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ സൗഹൃദം, ഇതൊക്കെ അതിൻ്റെ അത് കടവാണ്. അപ്പം മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് സിനിമ തുടങ്ങി എത്രയോ സീനുകൾക്ക് ശേഷം ഒരു ഫിലിം സൊസൈറ്റിയിൽ ഇരുന്നിട്ട് സിനിമ കാണുമ്പോൾ ഒരു പ്രായമുള്ള ഒരു ബുദ്ധിജീവി ഒരാൾ പറയുന്നു, മാധവ ഫോക്കസ് ഔട്ടാളാണ് കഥാപാത്രത്തിൻ്റെ. അപ്പം അതിന് വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇയാൾ പറയുന്ന ഡെലിവറി അറിയാതെ എനിക്ക് എഴുതാൻ വന്നത് അന്നേരം ഒരു പേര് വിളിക്കണം. അതെന്ന് വെച്ചാൽ അവർ സ്ഥിരമായി കാണുകയും പരിചയം, മാധവ ഫോക്കസ് ഔട്ടാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാസത്തിൽ അങ്ങനെ അപ്പോഴാണ് ഇയാൾക്ക് മാധവൻ എന്നുള്ള പേരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പം അതൊരു നമ്മൾ അത്രയധികം അവിടെ കാണുന്ന ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ആകുന്നത് കൊണ്ടാണ്.